പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുതമ്പുരാൻ്റെ ഉദ്ധാന പെരുന്നാൾ ലോകമൊക്കെയും ശ്രേഷ്ഠമായും സന്തോഷമായും ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഒക്കെയും നിലകൊള്ളുന്നത്. ക്രൈസ്തവ പാരമ്പര്യവും ചരിത്രവും പരിശോധിച്ചാൽ നിശ്ചയമായും ക്രൈസ്തവ ജീവിതത്തിനും ക്രൈസ്തവ സഭയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ്, ഒരു ദിവ്യമായ രഹസ്യമാണ് അനുഗ്രഹീതമായ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാൾ. ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത് വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അടച്ചിട്ട മുറിക്കുള്ളിലേക്ക് ശിഷ്യന്മാർ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് ആശ്വാസം നൽകിയ കർത്താവിൻ്റെ വചനം. അവൻ കൈ അവരെ ഉയർത്തിക്കാട്ടുമ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠാകുലരായിരുന്നുവെങ്കിലും അവർക്ക് ആശ്വാസം പകരുന്ന ചില നിമിഷങ്ങൾ അതിലൂടെ രൂപപ്പെടുകയാണ്. ഇതു കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നൊരു വാചകം അവിടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ കൈകളിലെയും കാലിലെയും വിലാപ്പുറത്തെയും മുറിവുകൾ ശ്രേഷ്ഠമായി ഇന്നും നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് ഉയർത്തിക്കാട്ടുന്നു. നമുക്കത് പലപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭൂതികളായി തീരുന്നു എന്ന് ശാന്തമായി ചിന്തിക്കുവാനുള്ള നിമിഷം കൂടിയാണിത്. അതിനുശേഷം യേശുതമ്പുരാൻ ശിഷ്യന്മാരെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: അവരുടെ മേൽ യേശുതമ്പുരാൻ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ സംഭവങ്ങൾ അരങ്ങേറുന്ന നിമിഷം കർത്താവിൻ്റെ അരിമ ശിഷ്യനായ പരിശുദ്ധനായ തോമാസ് ലീഹ, ഇന്ത്യയുടെ കാവൽ പിതാവെന്ന് ഓരോ ക്രൈസ്തവനും നെഞ്ചിൽ ആത്മാർത്ഥമായി സൂക്ഷിക്കുന്ന ഈ പുണ്യപിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യമായ അനുഭവങ്ങൾ അന്യം നിന്ന് പോയ നിമിഷങ്ങളായിരുന്നു. മറ്റു ശിഷ്യന്മാർ തോമാസ് ലീഹായെ ഈ വാർത്ത അറിയിക്കുമ്പോഴും ഇത് കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ആത്മാർത്ഥമായി തോമാസ് ലീഹ അവരോട് മറുപടിയായി പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശുദ്ധനായ തോമാസ് ലീഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ആത്മാർത്ഥമായ വാക്കിലൂടെയും വിലാപ്പുറത്ത് യേശുതമ്പുരാൻ്റെ അനുവാദപ്രകാരം വിരൽ സ്പർശിച്ച് വിശ്വാസം ഉറപ്പിക്കുവാൻ അവസരം ലഭിക്കുകയും പിൽക്കാലത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദേശമായി, ഒരു ദർശനമായി ഇത് മാറ്റപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. 3 കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണെങ്കിലും ഈ വ്യക്തിപ്രഭാവത്തെ ക്രിസ്തുവിനോട് സ്പർശിക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തി വിപുലീകരിക്കപ്പെടുന്നത്, വ്യത്യസ്തനാകുന്നത്, ക്രിസ്തു ദർശനമുള്ളവനായിത്തീരുന്നത്. ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ദൈവത്തെക്കാൾ വലിയതാണെന്നുള്ള ചിന്തയിൽ, എല്ലാ മനുഷ്യ സമൂഹങ്ങളും മറ്റു സമൂഹത്തെക്കാൾ വലുതാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോൾ തോമാസ് ലീഹ 12 പേരിൽ ഒരുവൻ എന്നുള്ള ശ്രേഷ്ഠത നിലനിൽക്കുന്നുവെങ്കിൽ തന്നെയും യേശുക്രിസ്തുവിനെ സ്പർശിക്കുന്നതിലൂടെയാണ് ഈ വ്യക്തിപ്രഭാവത്തെ വലുതാക്കുവാനും വിപുലീകരിക്കുവാനും ഇടയാകുന്നത്. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം താഴേക്ക് വായിച്ചാൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, യേശുക്രിസ്തുവാകുന്ന മുന്തിരി ചെടിയോട് ചേർന്ന് ആരൊക്കെ യോജിപ്പിക്കപ്പെടുന്നുവോ അവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഈ വസ്തുത പലപ്പോഴും നമ്മൾ വിസ്മരിക്കുമ്പോഴാണ് വ്യക്തിസഭകളും വ്യക്തിപ്രഭാവങ്ങളും നമ്മുടെ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ വളരെ വിസ്തീർണമായി കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉത്ഥാനം, ഒരു തിരിച്ചുവരവാണ് പരിശുദ്ധനായ തോമാസ് ലീഹ കാണിക്കുന്നത്.
വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും ക്രിസ്തുവുമായിട്ട് ചേർക്കപ്പെടുമ്പോൾ മാത്രമാണ് ദൈവം തമ്പുരാൻ്റെ കൃപ പൂർണ്ണമായി ലഭിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു നമ്മെ ഓരോ ശുശ്രൂഷയിലേക്കും ഓരോ കൂദാശകളിലേക്കും നമ്മളെ തിരികെ വിളിക്കുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ച് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ ഒരു സംഭവം യേശുക്രിസ്തുവിനെ വളരെ ഭംഗിയായി ആസ്വദിക്കുവാനും യേശുക്രിസ്തുവിനെ സ്പർശിക്കുവാനും മറ്റ് ശിഷ്യന്മാർക്കൊന്നും ഉത്ഥാനത്തിന് ശേഷം അവസരം ലഭിക്കാതെ ഇരിക്കുമ്പോൾ ക്രിസ്തു ഒരവസരം പരിശുദ്ധനായ തോമാസ് സ്ലീഹായ്ക്ക് നൽകുകയാണ്. ഈ അവസരത്തെ അഹങ്കാരത്തോടെയോ അഭിമാനത്തോടെയല്ല പരിശുദ്ധനായ തോമാസ് സ്ലീഹ തൻ്റെ ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തുന്നത്. അതിന് പകരം വിനയപൂർവ്വം അരുമനാഥനായ കർത്താവിനെ സ്പർശിച്ച് അനുഭവം അനുഗ്രഹമാക്കി മാറ്റുന്ന വ്യക്തിയായിട്ടാണ് പരിശുദ്ധനായ തോമാസ് സ്ലീഹായെ നമ്മൾ കാണേണ്ടുന്നത്. സഭാവ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകൾ മുഴുവനും പരിശുദ്ധനായ തോമാസ് സ്ലീഹായുടെ പെരുന്നാൾ അതാത് ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഭംഗിയായി ആസ്വദിക്കുമ്പോൾ, അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഈ ചിന്തയ്ക്കും ശക്തമായ ഒരനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വാസം ഉറപ്പിക്കുവാൻ ഒരവസരം ലഭിക്കുമ്പോൾ അത് ശക്തമായി കർത്താവിനോട് ചേർന്ന് പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയും തൻ്റെ ജീവിതത്തിൽ കാണിക്കാത്ത വ്യക്തിയാണ് പരിശുദ്ധനായ തോമാസ് സ്ലീഹ. മറ്റു ശിഷ്യന്മാരെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പല പ്രാവശ്യവും യേശു തമ്പുരാനും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണത്തിൽ പരിശുദ്ധനായ പത്രോസ് സ്ലീഹ പല സന്ദർഭങ്ങളിലും ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വാസവും ഉറപ്പിക്കുവാൻ തനതായ ശൈലിയും ദൈവകൃപ മൂലമുള്ള ശൈലിയും പ്രഖ്യാപിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പത്രോസ് സ്ലീഹ അതിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയും അനുഭൂതിയും ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ പരിശുദ്ധനായ തോമാസ് സ്ലീഹ ഇപ്രകാരമുള്ള അതിവേഗത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലെങ്കിലും ഒടുവിൽ അത് നടത്തേണ്ടുന്ന സമയം വളരെ ആത്മാർത്ഥമായി പരിശുദ്ധനായ തോമാസ് സ്ലീഹ പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ കാണിക്കുവാൻ, മറ്റുള്ളവരോടൊത്തു നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കാറുണ്ട്, ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെടാറുണ്ട്, ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കാറുണ്ട്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യമായ അനുഭവങ്ങളിലും പരസ്യമായ വേദികളിലും ഒരുപോലെ ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പ്രത്യേകമായിട്ട് തോമാസ് സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ടാമത്തെ വിഷയത്തിൽ നമുക്ക് ബോധ്യമാകേണ്ടുന്ന കാര്യം മറ്റൊന്നുമല്ല, ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ അനുഗ്രഹങ്ങളെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവസരം നിഷേധിക്കപ്പെട്ടവനാണെങ്കിലും ഒരവസരം യേശു ക്രിസ്തു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യവും അനുഭൂതിയും പ്രതിപത്തിയും വളരെ ഭംഗിയായി ജീവിതത്തിൽ ക്രമപ്പെടുത്തിയ മനുഷ്യനാണ് പരിശുദ്ധനായ തോമാസ് സ്ലീഹ. ഈ അനുഭവം പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ക്രൈസ്തവ ജനത ആരാധന ആലയത്തിലേക്ക് കടന്നു വരേണ്ടുന്നത്. ഓരോ ഞായറാഴ്ചകളിലും ഭക്തിയോടും വ്രത അനുഷ്ഠാനത്തോടും കൂടി തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുവാനായിട്ട് വിശ്വാസികൾ കടന്നു വരുമ്പോൾ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ചയിൽ ആദ്യത്തെ കണ്ടുമുട്ടൽ ദൈവവുമായിട്ടായിരിക്കണം. ആദ്യത്തെ പ്രാർത്ഥനകൾ ഉരുവിടുന്നത് ദൈവത്തിൻ്റെ ശക്തിയുള്ള ദേവാലയത്തിൽ മാത്രമായിരിക്കണം. ആ ആഴ്ചയിൽ ആദ്യമായി ഭക്ഷിക്കുന്ന ആഹാരം ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കണം. ഇപ്രകാരം വിവിധങ്ങളായ ചിന്തകളിലൂടെ ക്രിസ്തുവിനെ സ്പർശിക്കുവാൻ കിട്ടുന്ന അവസരത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നു, തോമാസ് സ്ലീഹായ്ക്ക് ലഭിച്ച അവസരത്തെ ഭംഗിയായി തോമാസ് സ്ലീഹ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്ഷണികമായ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവം തമ്പുരാൻ്റെ കൃപ നന്മയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിനെ സ്പർശിക്കുവാനുള്ള അവസരം പരിശുദ്ധനായ തോമാസ് സ്ലീഹ പ്രഖ്യാപിച്ചതുപോലെ സ്പർശിച്ച് പ്രഖ്യാപിക്കണം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. മൂന്നാമതായിട്ട് നമുക്ക് പരിശുദ്ധനായ തോമാസ് സ്ലീഹായുമായി ചേർന്ന് ചിന്തിക്കുവാൻ, ഈ ഉദ്ധാനത്തിൻ്റെ പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന ദിവസങ്ങളിൽ
നമ്മൾ എടുക്കേണ്ടുന്ന വിഷയം ഇങ്ങനെയാണ്: ജീവിതത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപോലെ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ധാരാളം പേർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധ്യമല്ലാതെ വരുമ്പോൾ പരിശുദ്ധനായ തോമാശ്ലീഹ തൻ്റെ വാക്കും സ്പർശനവും പ്രവൃത്തിപഥത്തിലൂടെ വളരെ ഭംഗിയായി പിൽക്കാലത്ത് ചിത്രീകരിക്കുകയാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഇന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും സെയിൻറ്റ് തോമസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് സെയിൻറ്റ് തോമസ് എന്ന പുസ്തകത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളതും സഭാചരിത്രങ്ങളിൽ വളരെ ശക്തമായി രൂപപ്പെട്ടിട്ടുള്ളതുമായ ചില വിഷയങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധനായ തോമാശ്ലീഹ അതിശക്തമായ പ്രതിസന്ധികൾ ലോകത്തും ക്രൈസ്തവ സഭയിലും ആദ്യ കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോഴും ഈ കൊച്ചു പ്രദേശത്തിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്നപ്പോഴും ഒരു പുതിയ മാതൃക നമ്മളെ പറഞ്ഞേൽപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി വളരെ ഭംഗിയായി തൻ്റെ പുസ്തകത്തിലൂടെ എഴുതി വച്ചിട്ടുണ്ട്: ജീവിതമാണ് എൻ്റെ സന്ദേശം. പരിശുദ്ധനായ തോമാശ്ലീഹ 2000 വർഷങ്ങൾക്ക് മുൻപേ ഇത് നമ്മുടെ മനസ്സിൽ എഴുതി ചേർത്ത ഒരു ദിവ്യമായ അനുഭവം കൂടിയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ക്രിസ്തുവിനെ ഞാൻ എങ്ങനെ രുചിച്ചറിഞ്ഞുവോ ആ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഭംഗിയായി മനുഷ്യ മനസ്സിൽ തൊട്ടുണർത്തുവാൻ, എഴുതി ചേർക്കുവാൻ അഭംഗുരം വളരെ ഭംഗിയായി ശ്രേഷ്ഠമായി ജീവിതത്തിൽ സമയം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു പരിശുദ്ധനായ തോമാശ്ലീഹ. ഒരു ഉദാഹരണം പറയുമെങ്കിൽ, പരിശുദ്ധനായ തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അനുഗ്രഹീതമായ ദേവാലയ സ്ഥാപനങ്ങൾക്ക് മുൻകുറിയായി കുരിശു നാട്ടുമ്പോൾ 7.5 പള്ളിയെന്നോ 8 പള്ളിയെന്നോ ഒക്കെ ചരിത്രകാരന്മാർ അതിനെ രേഖപ്പെടുത്തുന്നെങ്കിലും അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനേക്കാൾ ഉപരി ഈ മുഴുവൻ പള്ളികളുടെയും നാമകരണം പരിശുദ്ധനായ തോമാശ്ലീഹ നടത്തുന്നത് സ്വന്തം പേരിനേക്കാൾ ഉപരിയായി അമ്മയുടെ പേര്. കാരണം യേശുക്രിസ്തു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടേണ്ടുന്ന കർത്താവിൻ്റെ അമ്മയായ ദൈവജനനിയുടെ പേരിൽ ഈ ദേവാലയങ്ങൾ വളരെ ഭംഗിയായി സ്ഥാപിക്കപ്പെടുകയാണ്. ഇന്നും സഭാചരിത്രം പരിശോധിച്ചാൽ ഇത് ശക്തമാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയം തന്നെയാണ് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായി കടന്നു വന്ന വിശുദ്ധനായ യോഹന്നാൻ മബ്ദാന ചെയ്യുന്ന ഒരു കാര്യവും, ക്രിസ്തുവിനെ മാമോദീസ സ്വീകരിക്കുവാനായിട്ട് വളരെ ഭംഗിയായി സ്വാഗതം ചെയ്ത് യോർദാന്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിനയത്തിൻ്റെയും താഴ്മയുടെയും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം പങ്കുവെക്കുന്ന ഒരു വിശുദ്ധ അനുഭവം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിനയത്തിൻ്റെ ഭാഷയിൽ ഇറങ്ങി നിൽക്കുന്ന യേശു ക്രിസ്തു അതിനേക്കാൾ താഴ്മ പ്രാപിച്ചുകൊണ്ടും താഴ്മയുടെ ഉദാഹരണമായി നിൽക്കുന്ന മകുടോദാഹരണമായി നിൽക്കുന്ന വിശുദ്ധനായ യോഹന്നാനും തൻ്റെ പവിത്രമായ കൈകൾ കൊണ്ട് പളുങ്കുപോലെയുള്ള യോർദാനിലെ വെള്ളം കോരി യേശു ക്രിസ്തുവിൻ്റെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ വിനയത്തിൻ്റെ മൂർത്തിഭാവമായി ക്രിസ്തു അവിടെ രൂപം കൊള്ളുന്നു. അതിനേക്കാൾ താഴ്മയുടെ രൂപമായി യോഹന്നാൻ സ്നാപകൻ രൂപം കൊള്ളുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ശബ്ദകോലാഹലത്തിൻ്റെ മധ്യത്തിലല്ല ഇത് അരങ്ങേറുന്നത്. ഈ സമയം ഒരേ ഒരു ശബ്ദം മാത്രമേ അന്തരീക്ഷത്തിൽ ഉണ്ടായുള്ളൂ: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം പങ്കുവെക്കുന്ന നിമിഷം പരിശുദ്ധാരൂപി പരിശുദ്ധാത്മാവ് വളരെ അനുഗ്രഹം നൽകിക്കൊണ്ട് പുത്രനാം ദൈവത്തിൻ്റെ ശിരസിലേക്ക് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വരുന്നു. ഇങ്ങനെ തൃത്വം സമ്മേളിക്കുന്ന നിമിഷങ്ങളിൽ നിശബ്ദതയുണ്ട്, വിനയത്തിൻ്റെ അനുഭവമുണ്ട്, താഴ്മയുടെ അതിശ്രേഷ്ഠമായ നന്മകൾ അവിടെ വിശാലമായി രൂപപ്പെടുകയാണ്. മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ശബ്ദകോലാഹലത്തിലല്ല പരിശുദ്ധനായ തോമാശ്ലീഹ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. നിശബ്ദതയുടെ അനുഭവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ പങ്കുവെച്ചാൽ ദൈവം തമ്പുരാന് മനുഷ്യനോട് ഇടപെടുവാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം പരിശുദ്ധനായ തോമാശ്ലീഹ ഇവിടെ പങ്കുവെക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, ഇന്നത്തെ മനുഷ്യൻ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് കുറവുകൾ ഉള്ളതായിട്ട് അവന് പലപ്പോഴും തോന്നാറില്ല. അതിനു പകരം അവൻ ചിന്തിക്കുന്നത് ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും പണത്തിലൂടെ, പഠനത്തിലൂടെ, ഗവേഷണത്തിലൂടെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ആശയം അവൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു വ്യവസ്ഥയാണ്.
ഇവിടെ ഞാൻ മനഃശാസ്ത്രജ്ഞൻ്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വം മറ്റൊന്നുമല്ല. ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തികളാണ് ഇന്നത്തെ മനുഷ്യർ. സമാധാനത്തിന് വേണ്ടി പരക്കം പായുന്ന മനുഷ്യരാണ് ഇന്നത്തെ വ്യക്തികൾ. പക്ഷേ ജീവിതത്തിൽ ഈ സമാധാനവും ഉറക്കവും സന്തോഷവും തിരികെ എത്തണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് വിനയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലണം. ആ ഒരു അനുഭവം പങ്കുവെച്ചാൽ മാത്രമേ മനുഷ്യ മനസ്സിൽ നിന്ന് ഉത്കണ്ഠ മാറ്റപ്പെടുകയുള്ളൂ. അതിനോട് ചേർന്നൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ചരിത്രം തുടങ്ങിയ സമയം മുതൽ ഇന്ന് ജീവിക്കുന്ന 3-ാം സഹസ്രാബ്ദം വരെയുള്ള കാലഘട്ടത്തെ അവർ 4 കാലഘട്ടങ്ങളായി വേർതിരിക്കുമ്പോൾ 1-ാമത്തെ കാലഘട്ടത്തിന് അവർ ഇപ്രകാരം പേര് കൊടുത്തു: ദ ഏജ് ഓഫ് ഇഗ്നോറൻസ്, അജ്ഞതയുടെ ഒരു കാലഘട്ടം. എന്ന് പറഞ്ഞാൽ ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് ഈശ്വരനാണെന്നോ ദൈവമാണെന്നുള്ള ഒരു ചിന്തയ്ക്ക് പകരം ഒരദൃശ്യമായ ശക്തിയാണ് പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ചിന്ത അന്നത്തെ മനുഷ്യ സമൂഹത്തെ വളരെ ശക്തമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പിൽക്കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിൽ മതങ്ങൾ പിറക്കുകയാണ്. മതങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും അടിസ്ഥാനങ്ങളും പിറന്നു വീഴുമ്പോൾ അതാത് മതത്തിൻ്റെ കീഴിൽ മനുഷ്യൻ അണിനിരക്കുന്നു. ഒരു പ്രാർത്ഥനാ സംസ്കാരം ലോകത്ത് ഉടലെടുക്കുന്നു. ഈ പ്രാർത്ഥനാ സംസ്കാരത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. ഈ ബന്ധത്തിലൂടെ അസാധ്യമായ പല കാര്യങ്ങളും ദൈവം തമ്പുരാന്റെ കൃപയാൽ മനുഷ്യന് ലഭിക്കുവാനും ദൈവം തമ്പുരാൻ സാധ്യത നൽകുകയാണ്. അതും കഴിഞ്ഞ് 3-ാമത്തെ കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ മനഃശാസ്ത്രജ്ഞൻ 3-ാമത് കൊടുക്കുന്ന പേര് അല്പം കൂടി ആധുനിക തലത്തിലേക്ക് ചിന്തിക്കുവാൻ പറ്റുന്നൊരു പേരാണ് ദ ഏജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. 1-ാമത്തെ കാലഘട്ടം അജ്ഞതയുടേതായിരുന്നെങ്കിൽ 2-ാമത്തെ കാലഘട്ടം മതങ്ങളുടെയും മതത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. മതങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അനുഗ്രഹീതമായി മാറിയപ്പോൾ ഒരു പുതിയ സംസ്കാരം പ്രാർത്ഥനയിലൂടെ ഉടലെടുത്തപ്പോൾ അവിടെ അവസാനിക്കുന്നത് ശാസ്ത്രലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ദർശനങ്ങളും മനുഷ്യന്റെ മസ്തിഷ്കത്തിലൂടെ തൂലികത്തുമ്പിലൂടെ ലോകത്തിന് ദൈവം തമ്പുരാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷെ 3-ാമത്തെ കാലഘട്ടമായപ്പോഴേക്കും മനുഷ്യന് അപജയം സംഭവിക്കുന്നു. കാരണം അതുവരെ ദൈവത്തോടുള്ള ബന്ധം വളരെ അനിവാര്യമാണെന്ന് അവർ ചിന്തിക്കുന്ന ആ ദർശനത്തിൽ നിന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുവാനും യാതൊരു മടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യബന്ധങ്ങളും മനുഷ്യന്റെ ജീവിത ചര്യകളും മാറ്റപ്പെടുമ്പോൾ അതിനുശേഷമുണ്ടായ 3-ാം സഹസ്രാബ്ദത്തിലെ പുത്തൻ തലമുറയെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് വി ആർ ലിവിങ് ഇൻ ദ ഏജ് ഓഫ് ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ ഒരു കാലഘട്ടത്തിൽ. അടുത്ത നിമിഷം പ്രപഞ്ചത്തിലോ ഭൂമിയിലോ നമ്മുടെ കൊച്ചു സമൂഹങ്ങളിലോ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായോ വിശദമായോ പറയുവാൻ സാധ്യമല്ലാത്തൊരു മേഖലയിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടപ്പോൾ ഈ ഉത്കണ്ഠ മറികടക്കണമെങ്കിൽ പരിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനമായി മാറണം. നമ്മുടെ ജീവിതവും പരിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസം, വേദപുസ്തകം അടിസ്ഥാനമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ ഉപരിയായി അത് അനുഭവവേദ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ മാത്രമാണ് ദൈവം തമ്പുരാന്റെ കരുണയും കൃപയും നമുക്ക് അഭേദ്യമായി അനുഭവമായി തീരുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. 3 വിഷയങ്ങൾ പ്രത്യേകമായിട്ട് നമ്മളിവിടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പരിശുദ്ധനായ തോമാസ് ശ്ലീഹ ഇന്ത്യയുടെ അപ്പോസ്തലൻ മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, ലോകത്തിലെ ഓരോ ക്രൈസ്തവനും ഓരോ അക്രൈസ്തവനും അവൻ്റെ ജീവിതത്തെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുവാനുള്ള വിളക്കി ചേർത്ത ഒരു കണ്ണിയായിട്ട് ഞാനും നിങ്ങളും ബോധ്യമാകണം. നമുക്ക് അതിനെക്കുറിച്ചൊരു അനുഭവം ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ലഭിച്ച അവസരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആകാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വസ്തുതയല്ല തോമാസ് ശ്ലീഹ പരിചയപ്പെടുത്തിയത്. മറിച്ച് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ ഭംഗിയാക്കുവാൻ പരിശുദ്ധനായ തോമാസ് ശ്ലീഹായ്ക്ക് സാധിക്കുകയാണ്. സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, ലോകത്ത് 3 തരം മനുഷ്യർ ഉണ്ടെന്ന് അവർ പ്രത്യേകമായി പ്രഖ്യാപിക്കുന്നു. 1-ാമത്തെ മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: സാന്നിധ്യവും
അസാന്നിധ്യവും സമൂഹത്തിലും കുടുംബത്തിലും ഇടവകയിലും ചുറ്റുപാടുകളിലും യാതൊരു മാറ്റവും വരുത്താത്ത ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറിയെ അവരിങ്ങനെ വിശേഷിപ്പിക്കുന്നു: സാന്നിധ്യം സങ്കടം നൽകും, അസാന്നിധ്യം സന്തോഷം നൽകും. മൂന്നാമത്തെ തരക്കാരെ ഇങ്ങനെ അവർ വിശേഷിപ്പിക്കുന്നു: സാന്നിധ്യം അനുഗ്രഹമാണ്, അസാന്നിധ്യം നികത്താൻ പറ്റാത്ത സങ്കടം നൽകുന്ന അനുഭവമാണ്. ഈ മൂന്ന് വ്യത്യസ്ത തരങ്ങളായി മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് അവരെ തിരിക്കുന്നുണ്ടെങ്കിലും നമ്മളും ചിന്തിക്കണം, നമ്മളിതിൽ ഏതിൽ പെടുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ ഒന്നാമത്തെ തരത്തിൽ പെടുന്ന വ്യക്തിയല്ലേ, ഞാൻ ചെല്ലുന്ന സമൂഹത്തിൽ ഗുണവും ലഭിക്കാറില്ല, നഷ്ടവും ലഭിക്കാറില്ല, അങ്ങനെ ഗുണവും നന്മയും തിന്മയും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് തന്നെ തോന്നുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം. ചിലപ്പോൾ മറ്റൊരു തരത്തിലായേക്കാം, ഞാൻ ചെല്ലുന്നതാണ് പലർക്കും പ്രശ്നം, അതുകൊണ്ട് ഞാൻ ചെല്ലാതിരിക്കുന്നത് അതാണ് എൻ്റെ പ്രധാന തീരുമാനമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായേക്കാം. മൂന്നാമത്തെ കാറ്റഗറി, മൂന്നാമത്തെ തരക്കാരാണ് ലോകത്തിൽ കൂടുതലുള്ളത്. ഞാൻ ചെന്നെങ്കിൽ മാത്രമേ ഈ സംഭവങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ അവിടെയാണ് നമ്മുടെ മാനസിക വികലത പ്രത്യക്ഷപ്പെടുന്നത്. ഇത് മൂന്നും തീരുമാനിക്കേണ്ടുന്നത് വ്യക്തികളല്ല, ഇത് മൂന്നിൻ്റെ അനുഭവം പങ്കുവെക്കേണ്ടുന്നത് ഓരോ വ്യക്തി ജീവിതവുമല്ല, മറിച്ച് മറ്റുള്ളവർ പറയണം, ഈ വ്യക്തി സമൂഹത്തിന് അനുഗ്രഹമാണ്, ഈ ഇടവകയ്ക്ക് അനുഗ്രഹമാണ്, കുടുംബത്തിന് അനുഗ്രഹമാണ്. നന്മയുടെ വക്താക്കളായി തീരണമെങ്കിൽ മറ്റുള്ളവർ ഈ വസ്തുത നമ്മുടെ മുഖത്ത് നോക്കി പറയുവാനായിട്ട് ആഗ്രഹിക്കണം. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം: മക്കളെക്കുറിച്ച് നന്മയുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല. മക്കളുടെ തിന്മകൾ പലപ്പോഴും നമ്മൾ അവരെ കേൾക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ പറഞ്ഞ് അവരെ ചെറുതാക്കുമെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരും: ക്രൈസ്തവ ദർശന പാരമ്പര്യം അനുസരിച്ച് അവൻ്റെ മുഖത്ത് നോക്കി പറയണം, നിനക്ക് ഇന്ന ഇന്ന നന്മകളുണ്ട്, ആ നന്മയാണ് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ നന്മയേക്കാൾ പലപ്പോഴും പതഞ്ഞു പൊങ്ങുന്നത് ഭർത്താവിൻ്റെ തിന്മകളാണെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കണ്ണിൽ നോക്കി സന്തോഷപ്രദമായി പറയണം, നിങ്ങളാണ് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം. ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവുള്ളവളായി പലപ്പോഴും ഭാര്യയെ കാണുമെങ്കിൽ ഇങ്ങനെ അതിനെ മാറ്റി എഴുതേണ്ടി വരും. ഭാര്യയുടെ കണ്ണിൽ നോക്കി ഭർത്താവ് പറയണം, നീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സകല ഐശ്വര്യങ്ങളുടെയും ലക്ഷണം, തുടക്കം, ആരംഭം. ഇങ്ങനെ പറയുന്ന വ്യക്തിക്ക് മാത്രമേ ഈ നമ്മൾ ചിന്തിച്ച വിഷയവുമായിട്ട് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകയാൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അടച്ചിട്ട മുറിക്കുള്ളിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്ന് പ്രാർത്ഥനാപൂർവം ഇരിക്കുമ്പോൾ തൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടി യേശു തമ്പുരാൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുമെങ്കിൽ ഇന്നും നമ്മളുടെ മധ്യത്തിലേക്ക് കർത്താവ് കടന്നു വന്ന് ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആശംസ, ഈ സമാധാനം ഉൾക്കൊള്ളണമെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പ്രാർത്ഥനയിൽ സംബന്ധിച്ചത് കൊണ്ടോ മാത്രമാകുന്നില്ല. വ്യക്തിപരമായ ഒരു ജീവിതാനുഭവം ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടാകുമെങ്കിൽ മാത്രമേ ഈ ഒരു അടിസ്ഥാന തത്വത്തിന്, ദർശനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് നമ്മളും ഈ ഉദ്ധാന പെരുന്നാൾ സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുമ്പോൾ കർത്താവിൻ്റെ കൈകളിലേക്ക് നോക്കുക. കർത്താവ് നമ്മുടെ വിരൽ ഈ ഭാഗത്തേക്ക് ഇടുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിന് ലഭിക്കുന്ന അവസരമാണ് തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുവാൻ ദേവാലയത്തിൽ വെച്ച് ലഭിക്കുന്ന അവസരം. അത് നിഷേധിക്കപ്പെടാതിരിക്കുവാൻ, അത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് ലഭിച്ച അനുഗ്രഹം പോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിനോട് നമുക്കും ഉറക്കെ പ്രഖ്യാപിക്കുവാനും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും നിശ്ചയമായും സാധ്യമാകും. മൂന്നാമത്, ജീവിതം തന്നെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാക്കി യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, ലോകത്തെ സകല ബദ്ധപ്പാടുകളും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ പരിശുദ്ധനായ തോമാസ് ശ്ലീഹായ്ക്ക് സന്തോഷം ലഭിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സങ്കടം കടന്നു വന്നാലും സന്തോഷം കടന്നു വന്നാലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന അനുഭവം ഞാൻ നിഷേധിക്കുകയില്ല, ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ശ്രേഷ്ഠമായി അത് അങ്കുരിക്കട്ടെ എന്നും അത് വളർന്ന് പന്തലിച്ച് വിപുലീകരിക്കപ്പെടട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ദൈവം തമ്പുരാന്റെ കൃപ
അതിന് നമ്മളെ എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.